അതിപ്പോൾ കോൺഗ്രസ് നേതാവ് ഡോക്ടർ ജിൻഡോ ജോൺ ഫേസ്ബുക്കിൽ 24 മിനിറ്റുകൾക്ക് മുൻപ് കുറിച്ച ഒരു പോസ്റ്റ്, അതിലെ ചില വരികൾ ഞാൻ വായിക്കാം. തൊണ്ടയിൽ പുഴുത്തതെല്ലാം നമുക്ക് വിഴുങ്ങാനുള്ളതല്ല, അതെല്ലാം തുപ്പിക്കളയുന്നത് തന്നെയാണ് നല്ല ക്ലാരിറ്റിയുള്ള നിലപാട്. ഏതു തലമുതിർന്ന നേതാവായാലും ഏത് പ്രോമിസിംഗ് ആയ യുവ നേതാവായാലും തൊണ്ടയിൽ പുഴുത്തത് കാർക്കിച്ചു തുപ്പിയാലേ മനസ്സും നിലപാടും മലിനപ്പെടുന്ന എതിർചേരിയിലുള്ളവരെ നോക്കി ചോദ്യശരങ്ങൾ എറിയാൻ കഴിയൂ. എന്നാലേ ആകമാനം ചീഞ്ഞു നാറുന്ന അപ്പുറത്തുള്ളവരോട് ആഞ്ഞു സംസാരിക്കാൻ നമ്മുടെ നാവുകൾക്കും ശേഷിയുണ്ടാകൂ. അതുകൊണ്ട് ക്ലാരിറ്റി വേണം. ഒരു പ്രവർത്തകനോ നേതാവോ ഒരു ജനപ്രതിനിധിയോ പോലും സംശയനിഴലിൽ നിന്നുകൂടാ. അവർക്കില്ലാത്ത ഒരു പ്രിവിലേജും അടക്കമില്ലാത്ത മറ്റാർക്കും ഇന്നും നാളെയും കിട്ടേണ്ടതില്ല. ഇങ്ങനെ തുടരുകയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഏതെങ്കിലും ഒരു നേതാവ് ചെയ്യുന്ന വ്യക്തിപരമായ തോന്നിവാസങ്ങളുടെ പേരിൽ എന്റെ പ്രസ്ഥാനത്തെ മാധ്യമ വിചാരണയ്ക്ക് മേശപ്പുറത്ത് വെച്ച് കൊടുക്കപ്പെടുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഞാൻ ഉൾപ്പെടെ ഈ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർ മുതൽ ഉന്നത നേതാക്കൾ വരെ സോഷ്യലി ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് കരുതുന്നു. ഇങ്ങനെ പോകുന്നു. അമൽ തേനമ്പറമ്പിൽ നമ്മളോടൊപ്പം ഉണ്ട്. അമൽ, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാവരും സ്വന്തം പ്രസ്ഥാനം ആർജവത്തോടു കൂടി എതിരാളികളോട് ശബ്ദമുയർത്തി സംസാരിക്കാനുള്ള ഒരു തന്റെ ഇടം ഉണ്ടാക്കിയെടുക്കാൻ, ആത്മാഭിമാനം ബാക്കിയാകാൻ നടപടി വേണം എന്നാവശ്യപ്പെടുകയാണ്. യൂത്ത് കോൺഗ്രസിൽ നിന്നും ഇത്തരം ആവശ്യങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ ആദ്യം ഒരു ഓൺലൈൻ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഈ യുവനടി മാധ്യമപ്രവർത്തക ഈ വെളിപ്പെടുത്തൽ നടത്തിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഇത്തരത്തിലുള്ള അടക്കം പറച്ചിലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരത്തോടെ അതൊരു പരസ്യ പ്രതികരണമായി എല്ലാ മാധ്യമങ്ങൾക്കും മുന്നിൽ വന്ന് അത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തുന്നു. അതിനുശേഷവും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുള്ളവർ, ഷാഫി പറമ്പിലിനൊപ്പമുള്ളവരെല്ലാം പ്രതിരോധം തീർത്തിരുന്നത് പേരെടുത്ത് പറഞ്ഞുള്ള ആരോപണമല്ല എന്നുള്ള നിലയിലായിരുന്നു. മാത്രമല്ല തെളിവില്ലാത്ത ആരോപണം എന്നുള്ള നിലയിൽ അതിനെ ചുരുക്കി കാണാൻ ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നിപ്പോൾ അതല്ല കഥ. ആ ഒരു സാഹചര്യം മാറിയിരിക്കുന്നു. പേരെടുത്ത് പറഞ്ഞുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല ഇനിയും ഇതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ പാർട്ടിക്ക് വലിയ തോതിലുള്ള വില കൊടുക്കേണ്ടി വരുമെന്നുള്ള ബോധ്യം പാർട്ടിക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുലുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തുന്നത്. ഹൈക്കമാൻഡ് നേതൃത്വം സംസ്ഥാന നേതൃത്വവുമായി ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു വിശദീകരണം വേണമെന്നുള്ളതാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശദീകരണങ്ങൾ എന്തായാലും ഹൈക്കമാൻഡിലേക്ക് ഉടൻ തന്നെ എത്തും. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനടക്കമുള്ളവർ ബീഹാറിലാണ്. അവരുമായും സംസ്ഥാന നേതൃത്വം, സംസ്ഥാനത്തെ മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ബന്ധപ്പെട്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അവരുടെ എല്ലാം ആവശ്യമെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും ചില വനിതാ സംസ്ഥാന സെക്രട്ടറിമാരും ജനറൽ സെക്രട്ടറിമാരും എല്ലാം ഇത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തുന്നു. അവരുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ഇത്തരം ആവശ്യം ഉയരുകയാണ്. സജീവ ചർച്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. അതിനാൽ തന്നെ വേഗത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ മാധു വായിച്ചു വെച്ച ഫേസ്ബുക്ക് പോസ്റ്റ് ജിൻഡോ ജോണിൻ്റേത് കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ തന്നെ അല്ലെങ്കിൽ അബിൻ വർക്കിയൊക്കെ പോലെ തന്നെ അതിശക്തമായി കോൺഗ്രസിന് വേണ്ടി ചാനൽ ചർച്ചകളിൽ പോരാടുന്ന ഒരാളാണ് ജിൻഡോ ജോണിനെ പോലെ ഒരാൾ. അങ്ങനെ ജിൻഡോ ജോണിനെ പോലെ ആൾക്കൊന്നും നാളുകളിൽ ഈ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു ആരോപണം മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയിലെ നേതാവിനെതിരെ വന്നാൽ ആർജവത്തോടെ ഇറങ്ങിപ്പോകണമെന്ന് പറയാൻ കഴിയില്ല. അതിനാലൊരു മാതൃക കാട്ടി സ്വന്തം പാർട്ടി കൊടുക്കണം എന്നുള്ള ഒരു നിലപാടാണ് ജിൻഡോ അടക്കം പറയുന്നത്. എന്തായാലും ഈ കാര്യത്തിലെ തീരുമാനം എപ്പോൾ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയേണ്ടത്. സംസ്ഥാന നേതൃത്വത്തിന് ഇനിയും അല്ലെങ്കിൽ ഈ പറയുന്ന രാഹുലിനെ ഇതുവരെയും സംരക്ഷിച്ചു പോരുന്ന ആളുകൾക്ക് ഇനിയും അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. മാധു, ശരി. തെരഞ്ഞെടുപ്പുകൾ ആസന്നമാകുമ്പോൾ പലരും രംഗത്ത് വന്നേക്കാം. പരാതിക്ക് കാരണമാകുന്ന വ്യക്തിയെ കൂടി നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ടതാണ് എന്നാണ് എന്റെ ബോധ്യം. അതായത് പരാതിക്കാരിക്ക് നേരെ മാത്രം ഏകപക്ഷീയമായി ആക്രമണങ്ങൾ ഉണ്ടാകുന്നതിനെ ചെറുക്കുകയാണ് ഡോക്ടർ ജിൻഡോ ജോൺ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ. എന്റെ പാർട്ടിയിലടക്കം സാധാരണക്കാരും പ്രവർത്തകരും ഒരു സങ്കടം പറയാൻ വിളിക്കുമ്പോൾ ഒന്ന് ഫോൺ എടുക്കാൻ പോലും നേരമില്ലാത്ത ജനപ്രതിനിധികൾ ആരെങ്കിലും പാതിരായി കുറക്കമൊഴിച്ചിരുന്ന പെൺകുട്ടികൾക്ക് അശ്ലീല സന്ദേശം അയക്കുന്ന വിനോദത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് എങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് നേരത്തെ ഞാൻ വായിച്ച തൊണ്ടയിൽ പുഴുത്തതെല്ലാം ഇറക്കാനുള്ളതല്ല എന്ന വരികൾക്ക് മുൻപായി ഡോക്ടർ ജിൻഡോ ജോൺ കുറിച്ചിട്ടിരിക്കുന്നത്. അതായത് അമൽ, മറ്റു കാര്യങ്ങളിലും സംഘടനയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്ന പല പരാതികൾ ഈ അവസരത്തിൽ പുറത്തേക്ക് വരികയാണോ? അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ജിൻഡോ ജോൺ അടക്കമുള്ള ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് ഒരു മഞ്ഞുമലയുടെ അറ്റം എന്നുള്ളതിലേക്ക് മാത്രം കണ്ടാൽ മതി. തുടർന്നുള്ള പ്രതികരണങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വാർത്താ സമ്മേളനം പറഞ്ഞിരുന്നു. പക്ഷേ ആ വാർത്താ സമ്മേളനം ഇന്നലെ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ല, പക്ഷേ ആ വാർത്താ സമ്മേളനം ഇന്നലെ മാറ്റിവെച്ചിരുന്നു. ഇന്ന് ആ വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നുള്ളതാണ് അറിയിച്ചിരുന്നത്. ഇന്നലത്തെ വാർത്താ സമ്മേളനം ഇന്നത്തേക്ക് മാറ്റിവെച്ചു എന്നാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് ആ വാർത്താ സമ്മേളനം ഒഴിവാക്കി എന്നുള്ളതാണ് പറയുന്നത്. ചില
ചില ആരോഗ്യ കാരണങ്ങളെ തുടർന്നാണ് വാർത്താ സമ്മേളനം ഒഴിവാക്കിയത് എന്നുള്ളതാണ് പറയുന്നത്. അത് തന്നെ ശരിയാവാനാണ് സാധ്യത. കാരണം ഇന്നലെ രാവിലെ മുതൽ തന്നെ ചില പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതേ തുടർന്നാണ് ഇന്നലെ വാർത്താ സമ്മേളനം മാറ്റിയത്. അതിനുശേഷമാണ് ഈ വിവാദം ഉണ്ടാകുന്നത്. എന്തായാലും 11 മണിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പൊതുപരിപാടി പറഞ്ഞിട്ടുണ്ട്. ആ പൊതുപരിപാടിയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം ഉണ്ടാകും എന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതിശക്തമായ പ്രതികരണങ്ങൾ നടത്തുന്ന മറ്റൊരു നേതാവ് കെ മുരളീധരനാണ്. കെ മുരളീധരൻ ഒരു പരിപാടിയും അല്പസമയത്തിനകം തന്നെ നടക്കാനിരിക്കുന്നു. ആ പരിപാടിയിൽ കെ മുരളീധരൻ്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അടക്കം ചാനൽ ചർച്ചയിലേക്ക് അയക്കുന്ന അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ദീപ്തി മേരി വർഗീസ് അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ പ്രതികരണത്തിന് ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ